DGPയും മറ്റുദ്യോഗസ്ഥന്മാരും നടത്തിയ ഹെലികോപ്റ്റർ യാത്ര തികച്ചും ദുരൂഹമായ ഒന്നാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഹെലികോപ്റ്റർ യാത്ര? ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2018 പ്രളയത്തിനെ തുടർന്ന് പമ്പ ത്രിവേണി അടിഞ്ഞുകൂടിയ കോടിക്കണക്കിന് രൂപയുടെ വില മണ്ണ് നീക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവിറക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യാത്ര. ഈ യാത്രയെ തുടർന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാണ് അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്. ഈ ഉത്തരവ് പരിശോധിക്കുമ്പോൾ കണ്ണൂരിലെ കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് പ്രോഡക്ട്സ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് സൗജന്യമായി ഈ മണല് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ ഖജനാവിൽ ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ഇടപാടാണ്. സർക്കാരിന്റെ കണക്കനുസരിച്ച് 1,00,000 പരം മെട്രിക് ടൺ മണലും മണ്ണുമാണ് പമ്പ ത്രിവേണിയിൽ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞത്. നേരത്തെ മെട്രിക് ടണ്ണിന് 1200 രൂപ വെച്ച് ഇത് വിറ്റിരുന്നു. ദേവസ്വം ബോർഡിന് 20,000 ടണ്ണ് മണ്ണ് കൊടുത്തു. പക്ഷേ ദേവസ്വം ബോർഡിന് അത് 2,000 ടണ്ണേ വിൽക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ അവർ വിറ്റില്ല. ഈ മണ്ണ് വിറ്റ് പോകാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പരിശോധിച്ചപ്പോൾ ഈ മണ്ണിനും മണലിനും ഗുണമേന്മ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് വിറ്റ് പോകാത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണ്? മണ്ണിന്റെ വില കുറച്ച് ഇത് വിൽക്കുക എന്നുള്ളതാണ്. അതിന് ഗവൺമെന്റ് നടപടി കഴിഞ്ഞ 2 വർഷമായി ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലുള്ള പമ്പ ത്രിവേണിയിൽ ഈ മണ്ണ് കെട്ടിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ശ്രീ ഗോവിന്ദൻ ചെയർമാനായിട്ടുള്ള ഈ കമ്പനിക്ക് സൗജന്യമായി ഗവൺമെന്റ് നൽകിയിരിക്കുകയാണ്. ഗോവിന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ. അത് നേരത്തെ മെഡിക്കൽ കോളേജിന്റെ ചെയർമാനുമായിരുന്നു. കഴിഞ്ഞ രണ്ട് വെള്ളപ്പൊക്കത്തിലും അടിഞ്ഞുകൂടിയ ഗുണമേന്മ കുറഞ്ഞ മണ്ണിലും മണലിലും പുറമെ വൻ വിപണന മൂല്യമുള്ള നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മണലും മാലിന്യം നീക്കാൻ എന്ന പേരിൽ ബന്ധപ്പെട്ടവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ നീക്കം ചെയ്യുകയാണ്. മാലിന്യം നീക്കം ചെയ്യുമോ അതോ കോടികളുടെ വിപണന മൂല്യമുള്ള മണല് കൊണ്ടുപോയി വിൽക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വനം മന്ത്രി പറഞ്ഞത് തനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല എന്നാണ്. യോഗം നടക്കുമായിരുന്നെങ്കിൽ എന്നെ കൂടി അറിയിക്കുമായിരുന്നല്ലോ, ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. വനം മേഖലയിലെ ഓരോ നടപടിയും
സൂക്ഷ്മമായ ചട്ടങ്ങൾക്ക് അനുസരിച്ച് വേണം നടപ്പാക്കാൻ. ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ മഴക്കാലം എത്തിയതോടെ പെട്ടെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ഉപയോഗിച്ച് കളക്ടർ വേഗതയിൽ ഒരു ഉത്തരവിട്ടത് ദുരൂഹമാണ്. ഞാൻ കളക്ടർ നൂഹിനെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ ഓർഡറിൽ പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഉത്തരവ് ഇറക്കുന്നത്. കളക്ടർ സേഫായിട്ട് ഇവിടെ ഇത്തരണത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം പെട്ടെന്ന് ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയതിൽ ധാരാളം അവ്യക്തതകളും ദുരൂഹതകളും നിലനിൽക്കുകയാണ്. ഇതിനു വേണ്ടിയായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയും DGPയും ഉദ്യോഗസ്ഥന്മാരും ഹെലികോപ്റ്ററിലുള്ള ഈ യാത്രയും അതിനുശേഷമുള്ള മീറ്റിംഗ് നടത്തിയത്. പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച അനവധി ചട്ടലംഘനങ്ങളും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പേരിന്റെ മറവിൽ വെള്ളപൂശാനുള്ള നീക്കവും വരികയാണ്. വനസ്വത്തായി കണക്കാക്കപ്പെടേണ്ട മണലും മറ്റ് നദിയിൽ നിന്ന് നീക്കം ചെയ്യാനല്ലാതെ വിൽക്കാൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം ആർക്കും സാധ്യമല്ല. അത് പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയാണ് ഈ കേന്ദ്ര ആക്ടിൽ ഈ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ പ്രത്യേക അനുമതി തേടണം. അതൊന്നും തേടാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ മറവിൽ മണൽ പുറത്തു കൊണ്ടുപോകാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. വനാതിർത്തിയിലെ വനാതിർത്തിയിലെ പുഴയിലെ മണല് നീക്കം ചെയ്യുന്നതിന് മുമ്പ് സാൻഡ് ഓഡിറ്റ് നടത്തണം. സാൻഡ് ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വനം വകുപ്പ് മന്ത്രിയുടെ നിലപാട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് എന്താണ്? ഈ സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായം എന്താണ്? ഇവിടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരായതുകൊണ്ട് ഞാൻ കണ്ണൂരുമായി ബന്ധപ്പെട്ട അവിടുത്തെ MPC K. സുധാകരനുമായും DCC പ്രസിഡന്റുമായും ബന്ധപ്പെട്ടപ്പോഴാണ് വേറെ ചില കാര്യങ്ങൾ പുറത്തു വന്നത്. ഈ കമ്പനി കുറച്ചുനാൾ മുമ്പ് കണ്ണൂരിൽ 5 പുഴകളിൽ നിന്ന് മണലും ചെളിയും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ആരംഭിച്ചു. കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ്. ഇവിടെ നേരത്തെ ബന്ധു നിയമനം നടത്തിയത് ഇവിടെയായിരുന്നു, ഈ കമ്പനിയുടെ. അപ്പൊ 5 പുഴകളിലെ കണ്ണൂരിലെ 5 പുഴകളിൽ ചെളിയും മണലിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിച്ച അവസാനം മണ്ണ് മാത്രം കൊണ്ടുപോയ സന്ദർഭത്തിൽ CPM ഒഴിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ണൂരിൽ സമരം നടത്തി. വളപട്ടണം ഉൾപ്പെടെയുള്ള പുഴകളിലായിരുന്നു ഈ മണൽ മാറാൻ ശ്രമിച്ചത്. അന്ന് ജില്ലാ കളക്ടർ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ വെച്ച ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ആ യോഗത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് മണൽ വാരാനുള്ള സാങ്കേതിക പരിജ്ഞാനമില്ല, ഞങ്ങൾ ഇത് മറ്റ് സ്വകാര്യ സംരംഭകരെ ഏൽപ്പിച്ച് അവരെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സൗജന്യമായി ലഭിക്കുന്ന മണല് എനിക്കറിയേണ്ടത്, ഇപ്പൊ ജില്ലാ കളക്ടർ, പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പമ്പ ത്രിവേണിയിൽ അടിഞ്ഞുകൂടി 2018 മുതൽ അടിഞ്ഞു കിടക്കുന്ന ഈ മണലും ചെളിയും അത് മാറ്റുമ്പോൾ അത് ഈ പൊതുമേഖലാ സ്ഥാപനം വിപണിയിൽ വിറ്റഴിക്കുമോ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമോ, ഇതേ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ ബിസിനസ് താല്പര്യങ്ങളാണോ ഇതിൽ സംരക്ഷിക്കപ്പെടുന്നത്?
എന്നും വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ മറവിൽ പരിസ്ഥിതി നിയമങ്ങളിൽ വെള്ളം ചേർക്കുകയും കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല. വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയും നിയമപരമായ നടപടികളിലൂടെയും വേണം അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരുടെയോ കച്ചവട താല്പര്യങ്ങൾ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതാണ് ഇപ്പോൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഗവൺമെന്റിന്റെ വിശദീകരണത്തിന് ശേഷം ഞാൻ പറയാം. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നവരില്ല. ഇപ്പൊ കോവിഡിന്റെ മറവിൽ ആർക്കും എന്ത് തോന്നിവാസം കേരളത്തിൽ നടത്താമെന്നുള്ള നിലയിലാണ്. ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലെ കരിമണൽ ഖനനം ഞാനിവിടെ പോയി കണ്ടു. എന്റെ പേര് കേസെടുത്തു. അത് സാരമില്ല, കേസെടുത്തോളൂ. 2000-ഓളം പോലീസിനെ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് തോട്ടപ്പള്ളിയിൽ ഒഴിയിൽ നിന്ന് മണൽ മാറ്റുന്നത്. മണൽ മാറ്റുന്നതിന് ആർക്കും എതിർപ്പില്ല. പക്ഷേ അത് കരിമണൽ ഖനനത്തിന് വേണ്ടി ആകുമ്പോഴാണ് ജനങ്ങളുടെ എതിർപ്പ് വർദ്ധിക്കുന്നത്. അവിടെ കുട്ടനാട്ടിലെ വെള്ളം ഒഴുകി പോകണമെങ്കിൽ അവിടുത്തെ ആഴം വർദ്ധിപ്പിക്കണം. ആഴം വർദ്ധിപ്പിക്കുന്നത് പൊടിയിൽ മാത്രമല്ല, ലീഡിംഗ് ചാനലിൽ മുഴുവൻ ലീഡിംഗ് ചാനലിനെ ആഴം വർദ്ധിപ്പിക്കണം. ലീഡിംഗ് ചാനലിൽ ആഴം വർദ്ധിപ്പിക്കാതെ കരിമണൽ ഖനനത്തിന് വേണ്ടി മാത്രം അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽപ്പെട്ട എന്റെ മണ്ഡലവുമായി ചേർന്ന് കിടക്കുന്ന, ഹരിപ്പാട് നിയോജക മണ്ഡലവുമായി ചേർന്ന് കിടക്കുന്ന തോട്ടപ്പള്ളിയിൽ ഒരു ദിവസം 25 ലോഡ് വെച്ച് ഓരോ ദിവസവും അവിടെ നിന്ന് കരിമണൽ കടത്തിക്കൊണ്ടു പോവുകയാണ്. അത് നോക്കാൻ ചെന്ന എന്റെ പേരിൽ കേസ്, അത് പ്രതിഷേധിക്കുന്ന ആളുകളുടെ പേരിൽ കേസ്. ഒരു ഭാഗത്ത് അത് നടക്കുന്നു, മറുഭാഗത്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഒരു ഉത്തരവിറക്കിക്കൊണ്ട് 2 വർഷമായി പമ്പാ ത്രിവേണിയിൽ കെട്ടിക്കിടക്കുന്ന മണ്ണ്, ഇത്രയും ദുർബലമായ ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിയാത്തൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേരിൽ സ്വകാര്യ വ്യക്തികൾ തട്ടിയെടുക്കാൻ നോക്കും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഗവൺമെന്റ് ഇനി അതല്ല, ഈ സ്ഥാപനത്തിന് തന്നെ ഇത് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ നാട്ടുകാരും വിശ്വസിക്കില്ല. കാരണം കണ്ണൂരിൽ 5 പുഴകളിൽ നിന്ന് മണൽ വാരാൻ വന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തെയാണ് ഏൽപ്പിക്കുന്നത്. എന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ കോവിഡിന്റെ മറവിൽ ഇത്തരം തട്ടിപ്പുകളും ദുരൂഹത നിറഞ്ഞ ഇടപാടുകളും നടക്കുകയാണ്. ഇതെല്ലാം തുറന്നു കാണിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് വല്ലാതെ വേവലാതി വരുന്നത്. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടാകുന്ന അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ കൊണ്ട് സ്പ്രിംഗർ അഴിമതി, ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം പുറത്ത് വന്നില്ലേ? അത് കഴിഞ്ഞ് ബെപ്കോയുടെ ക്യൂ സിസ്റ്റം. ഇപ്പോഴേ ബെപ്കോയുടെ ക്യൂ സിസ്റ്റത്തില് അതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന കമ്പനി എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ഓരോ നോട്ട് ബുക്ക് കൂടെ കൊടുത്തിരിക്കുക എല്ലാവർക്കും. കാരണം ആ പേര് കൂടെ എഴുതി അത് ആ ലിസ്റ്റ് കൊടുത്താൽ മാത്രമേ അത് മദ്യം വിൽക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ് തെറ്റായത്? അപ്പോൾ ഞങ്ങളെ ഈ കോവിഡിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരൂഹമായ ഇടപാടുകൾ, കാരണം ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ലല്ലോ, സമരങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, അതിന്റെ പേരിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ, അത് കരിമണൽ ഖനനമാണെങ്കിലും അതോടൊപ്പം തന്നെ പമ്പാ ത്രിവേണിയിൽ 2 വർഷമായി അഴിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണ് 1,00,000 മെട്രിക് ടണ്ണാണ് അവിടെ കിടക്കുന്നതെന്നാണ്. ആ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി, വനമന്ത്രി പോലും അറിയാതെ ഹെലികോപ്റ്റർ സഞ്ചരിച്ച് ഇത്തരം ഒരു ഇടപാടിന് നേതൃത്വം കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകും. വെള്ളപ്പൊക്കം തടയാനാണെങ്കിൽ അത് നേരത്തെ ചെയ്യേണ്ടതല്ലേ? അപ്പൊ അവർക്ക് എന്താണ്, നദികളിലെ മണൽ മാറ്റണം, ചെളി മാറ്റണം, എന്നാലേ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ കഴിയും. എങ്കിൽ 2 വർഷം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്, ചെയ്തില്ല.
2 വർഷമായി ഒരു കാര്യവും ചെയ്തില്ല. ഇപ്പോൾ ഇത്രയും തിടുക്കത്തിൽ ഈ ഒരു സ്ഥാപനത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ മണൽ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യത്തിനും സ്വകാര്യ സ്ഥാപനങ്ങളുടെ താല്പര്യത്തിനും വേണ്ടി വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിന് വൻ നഷ്ടമുണ്ടാക്കും, സ്വകാര്യ സംരംഭകർക്ക് ലാഭമുണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വനമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇതിനെപ്പറ്റി ഗവൺമെന്റിന്റെ വിശദീകരണം വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. അതുപോലെ അതെ അവർക്കത് വിൽക്കാമല്ലോ. അതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. സംസ്ഥാനത്തെ ഓൺലൈൻ വിദ്യാഭ്യാസം നല്ലതാണ്, നമ്മളതിനെ എല്ലാവരെയും പിന്തുണയ്ക്കുന്നവർ തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ആ സംവിധാനം ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യേണ്ടതായിരുന്നു. ടെലിവിഷൻ ഇല്ലാത്ത, ഫോണില്ലാത്ത, കമ്പ്യൂട്ടർ ഇല്ലാത്ത 2,60,000-ഓളം കുട്ടികളാണ് കേരളത്തിൽ. ആ സാഹചര്യത്തിൽ ആ സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ട് വേണമായിരുന്നു ഈ ക്ലാസുകൾ ആരംഭിക്കേണ്ടിയിരുന്നത്. അതുണ്ടാകാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ദാരുണമായ സംഭവം, ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവമാണ് നമ്മൾ ഇന്ന് രാവിലെ വായിച്ചത്. വളരെയേറെ പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. സർക്കാർ ഈ കാര്യത്തിൽ കുറെ കൂടി അവധാനത കാണിക്കേണ്ടതായിരുന്നു. നമ്മളെല്ലാവരും ഓൺലൈൻ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് പാവപ്പെട്ടവർക്കും ഇടത്തരക്കാരായിട്ടുള്ള കുടുംബങ്ങളിലുള്ള ആളുകൾക്കെല്ലാം വളരെയേറെ പ്രയാസമാണ്. സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ കഴിയാത്തവർ, ടെലിവിഷൻ ഇല്ലാത്ത വീടുകളിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി കുടുംബങ്ങൾ, പട്ടികവർഗ കുടുംബങ്ങൾ, ഇടത്തരക്കാരായ ആളുകൾ, അവരുടെയൊക്കെ വീടുകളിൽ വലിയ അനിശ്ചിതത്വമാണ്. മാതാപിതാക്കൾക്ക് പണം കയ്യിലില്ലാത്തത് കൊണ്ട് അത് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു. കുട്ടികൾ മാനസികമായി വളരെയേറെ പ്രയാസത്തിലാണ്. ഏതായാലും മലപ്പുറത്തുണ്ടായ സംഭവം തികച്ചും വേദനാജനകമാണ്. അത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ട് വേണമായിരുന്നു ഇത് ആരംഭിക്കേണ്ടതായിട്ടുള്ളത്. ധൃതി പിടിച്ച് നടത്തേണ്ട ഒന്നല്ല ഇത്. അല്ലെങ്കിൽ MLA മാരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഫോൺ ഇല്ലാത്ത സ്ഥലങ്ങളിൽ MLA ഫണ്ട് ഉപയോഗിക്കാൻ അനുവാദം തന്നാൽ മതിയായിരുന്നു, നമ്മൾ കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഇത് ആരംഭിക്കണമെന്നുള്ള ആ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോയതാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇനിയെങ്കിലും സർക്കാർ കണ്ടു തുറന്ന കാര്യങ്ങൾ കാണണം, ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ആരോപണമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, കഴിഞ്ഞ 2 വർഷക്കാലം ചെയ്യാത്തൊരു കാര്യം. കോവിഡിന്റെ കാലത്ത് റിട്ടയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം ചീഫ് സെക്രട്ടറിയും DGP ഉദ്യോഗസ്ഥന്മാരും കൂടെ പോയി അടിയന്തരമായി ചെയ്ത് ഇങ്ങനൊരു ഉത്തരവ് ഇറക്കുന്നു. കണ്ണൂരിലെ ഉദാഹരണം, ഞാൻ ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ചെയ്യാനുള്ള സാങ്കേതിക വശങ്ങളില്ല, അവര് മണലടിച്ചോണ്ട് കൊണ്ടുപോകുന്ന നില വന്നപ്പോഴാണ് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM ഒഴിച്ച് സമരം ചെയ്തത്. അവസാന പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇത് നീക്കം ചെയ്യാനുള്ള സാങ്കേതികമായോ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള മികവും ഈ കമ്പനി കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിന്റെ പിന്നിൽ സ്വകാര്യ താല്പര്യമുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റിനോട് ഈ കാര്യം വിശദീകരിക്കണം. സാൻഡ് ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ? ഇതിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? വനം വകുപ്പുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അതൊന്നുമില്ലാതെ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് പിന്നിൽ നിക്ഷിപ്ത താല്പര്യക്കാരുടെ കൈകളാണ് എന്നതിൽ സംശയമാണ്. എത്ര കോടി രൂപയുടെ
1 ലക്ഷം മെട്രിക് ടണ്ണാണ്. 1 ലക്ഷം എന്നാണ് പറയുന്നത്. അതെ, അതൊക്കെ വരട്ടെ. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം മെട്രിക് ടൺ എന്നുള്ള ഈ കണക്കാണല്ലോ. സ്റ്റാൻഡ് ഓഡിറ്റ് ചെയ്യാൻ അങ്ങനെ കണക്ക് വരില്ലല്ലോ. അല്ല, അന്ന് തന്നെ എല്ലാവർക്കും ബോധ്യമുള്ളതായിരുന്നു. 1 ലക്ഷത്തിൽ കൂടുതലുള്ളതാണ് പറയുന്നത്. കൃത്യമായ കണക്ക് ആരുടെയിലുമില്ല. കളക്ടറും പറഞ്ഞിട്ടില്ല. കൃത്യമായ എത്ര വേണ്ടത് കൃത്യമായി പറഞ്ഞിട്ടില്ല. സ്റ്റാൻഡ് ഓഡിറ്റ് നടന്നിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത്തരം അടിയന്തരമായി ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിൽ നിന്ന് കാര്യങ്ങൾ ദുരൂഹത നിറഞ്ഞതാണ് എന്ന വസ്തുതയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെ സർക്കാർ പറയട്ടെ, അല്ലെ വനംവകുപ്പ് മന്ത്രി പറയട്ടെ. അല്ല, വനത്തിനുള്ള സ്റ്റാൻഡ് മുഴുവൻ അതിന്റെ പമ്പാ നദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് റവന്യൂ വകുപ്പും അത് മാത്രമല്ല, ഇത് വനംവകുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വനത്തിൽ നിന്നുള്ള തടിയും മണലുമാണ് ആ സമയത്ത് പമ്പ പരിപാടിയിലെ കുഴി വന്നത്. മാത്രവുമല്ല, ഈ നദി എന്ന് പറയുന്ന പമ്പാ നദി വനവുമായി ബന്ധപ്പെട്ട അതിർത്തിയിലാണ്. അപ്പൊ ഫോറസ്റ്റ് ആക്ട് ബാധകമാണ്. അല്ല, അതിനോട് ചേർന്ന വനവുമായി ചേർന്ന സംസ്ഥാനത്തെ പുഴകളിൽ നിന്നും മണൽ കോരുന്നതിന്റെ ഇത് റവന്യൂ വകുപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിൽ വനംവകുപ്പിന് റോളില്ല. ഇതിന്റെ ആദ്യഘട്ടത്തില് പമ്പയിൽ മണൽ ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലും വനംവകുപ്പിന് റോളില്ലായിരുന്നു. വനംവകുപ്പിന്റെ അനുമതി ലഭിച്ചതെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന് കൊടുത്ത മണൽ ഡംപ് ചെയ്യുന്നതിനുള്ള അനുമതിയാണ് വനംവകുപ്പ് നേടിയത്. പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്നതിന് വനംവകുപ്പിന്റെ അനുമതി വേണ്ട എന്നുള്ളതാണ് വ്യവസ്ഥ. ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുന്നത്? നമ്മുടെ പരിസ്ഥിതി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സൂക്ഷ്മമായ നിയമങ്ങളും ചട്ടങ്ങളും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. വനസ്വത്തായി കണക്കാക്കേണ്ട മണലും മറ്റും നദിയിൽ നിന്ന് നീക്കം ചെയ്യാനല്ലാതെ വിൽക്കാൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഇത് നദിയുമായി ഫോറസ്റ്റുമായി ചേർന്ന് കിടക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, അവിടെ നിന്നുള്ള വലിയ തടികൾ ഇതേ സമയത്ത് ഞാൻ ഒന്നാമത് പോയ ആളാണ്. ഈ പ്രളയ സമയത്ത് വൻതോതിൽ തടികൾ മരങ്ങൾ കടപുഴകി വീണ് ഈ എത്തിയിട്ടുണ്ടായിരുന്നു. വനം വകുപ്പുമായി ആലോചിക്കാതെ ഒരു നടപടിയും സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വനമന്ത്രി തന്നെ പറഞ്ഞു, ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു, എന്നോട് ആലോചിക്കുകയോ വനം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അല്ല, ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ല, ആലോചിക്കേണ്ടതായിരുന്നു. നമ്മുടെ പല പുഴകളും വനപ്രദേശത്തു നിന്നാണ് അതിന്റെ ഉത്ഭവം വരുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പുഴയിലും മണ്ണ് എല്ലാ വനത്തിനുള്ളിൽ നിന്ന് വരുന്നതാണ്. നദികളിലെ മണൽ വാരുന്നത് സംബന്ധിച്ച് റവന്യൂ തന്നെയാണ് അധികാരം. റിവർ മാനേജ്മെന്റ് അതോറിറ്റി അല്ല, റിവർ മാനേജ്മെന്റ് കളക്ടറുടെ കീഴിലാണ്, റവന്യൂ വകുപ്പിലാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന അതല്ല. 2 വർഷമായി ഈ ലക്ഷക്കണക്കിന് ടൺ മെട്രിക് ടൺ മണൽ അവിടെ കിടക്കുകയാണ്. ഇത് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ വിൽക്കാതെ പോയതിന്റെ കാരണം ഇതിന് ഗുണമേന്മയില്ല, ഇപ്പൊ വില കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ നടപടി വളരെ ദുരൂഹമായ ഒന്ന് തന്നെയാണ്. ഞാൻ അതാണ് കണ്ണൂരിലെ മറ്റൊരു സംഭവത്തെ പറ്റി കൂടി ചൂണ്ടിക്കാണിക്കാൻ. ഈ പറയുന്ന സ്ഥാപനത്തിന് ഇത്തരത്തിലുള്ള സാങ്കേതിക മികവോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് സൗജന്യമായി കിട്ടിയ ഈ മണലെ ഇവരെന്ത് ചെയ്യാൻ പോകുന്നു? ഇതൊക്കെ എന്റെ ചോദ്യങ്ങളാണ്. ഇവരെ സ്വകാര്യ വ്യക്തികളെ കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമോ ഈ മണൽ നീക്കുന്നത്? എല്ലാം ഗവൺമെന്റ് പറയട്ടെ, റവന്യൂ വകുപ്പ് പറയട്ടെ, അല്ലെ വ്യവസായ വകുപ്പ് പറയട്ടെ. എനിക്കറിയില്ല. കാരണം പമ്പാ ത്രിവേണിയിൽ ദേവസ്വം നമ്മുടെ വിധിവെക്കാനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കുറെ മണ്ണ് അവിടെ മാറ്റാൻ വേണ്ടി പറയുന്നത്. അല്ല, വേറെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണം, ഫോറസ്റ്റിന്. അതിനത് വായിച്ചിട്ടായിരിക്കാം.
അല്ലെങ്കിൽ വിൽക്കാൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം ആ മണൽ വിൽക്കണമെന്ന് അനുവാദം വേണമെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെ തിരുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനം വളരെ ജനുവനായിട്ട് കൊടുക്കുന്ന ഒരു സാധനം അതിലെന്ത്, അതായത് സർക്കാർ ഒരിക്കലും പൊതുമേഖലയിൽ ഒന്നും ചെയ്യരുത്, അതോ മൊത്തം സ്വകാര്യ മേഖലയ്ക്ക് നൽകണമെന്നാണ് ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് അതല്ല. കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ഒരു ഈ മണല് സ്വകാര്യ പൊതുമേഖലയുടെ മറവിൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നതാണല്ലോ. പൊതുമേഖലയെ പുറത്ത് കാണിക്കുക. ഇപ്പൊ കെൽട്രോണിനെ മറവിലാക്കി മറ പിടിച്ചുകൊണ്ട് എന്തെല്ലാം സ്ഥാപനങ്ങളുടെ എന്തെല്ലാം നടപടികളിലൂടെ നടന്നു, അതെല്ലാം CNDI കണ്ടെത്തിയില്ല. അപ്പൊ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അതിന് ഇവർക്കിതിന് ചെയ്യാനുള്ള സാങ്കേതിക മികവില്ല എന്ന് ഇവർ മുൻകാലത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. അവർ കണ്ണൂരിലെ ഓൾ പാർട്ടി യോഗത്തിൽ പറഞ്ഞത്, ചർച്ചയിൽ പറഞ്ഞത്, ഞങ്ങൾ മറ്റ് സ്വകാര്യ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ക്ലേ മാത്രമല്ലോ മണ്ണൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ മണ്ണ് കൂടെ കൊണ്ടുവന്നു. ഇത്തരം കാര്യങ്ങളാണ് ഗവൺമെന്റ് മറുപടി പറയേണ്ടത്. കരിമണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ മണല് അവിടെ നടക്കുന്ന മണൽ അതിനെതിരായി തീരദേശവാസികൾ ഒറ്റക്കെട്ടായി അതിനെതിരായി നിൽക്കുകയാണ്. പക്ഷെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം കോവിഡിന്റെ മറവിൽ ആരോട് ചോദിക്കാൻ നടത്തുന്ന ഇത്തരം ഇടപാടുകൾ സുതാര്യമാകണം, ജനങ്ങൾ അറിയണം, അല്ലെങ്കിൽ നിയമപ്രകാരമാകണം. അതൊന്നുമില്ലാതെ നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇങ്ങനെയല്ല എന്റെ ഭാഗം ശരിയല്ലെങ്കിൽ ഗവൺമെന്റോ റവന്യൂ വകുപ്പോ വനം വകുപ്പോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പോ ഒക്കെ വിശദീകരിക്കട്ടെ. ആണെങ്കിൽ ഗവൺമെന്റ് പറയട്ടെ എന്താ ചെയ്യുന്നത്. അല്ല, എനിക്ക് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ള റവന്യൂ വകുപ്പിനോടും വനം വകുപ്പിനോടും വ്യവസായ വകുപ്പിനോടും ഇതിലെ നടപടികൾ എന്തുകൊണ്ട് നിങ്ങൾ സുതാര്യമായി ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യം മറച്ചുകൊടുത്തു? ഈ സ്ഥാപനത്തിന് ഇതിനുള്ള ശേഷിയുണ്ട്. ഞാൻ അഴിമതിയൊന്നും ഉന്നയിച്ചിട്ടില്ല. ഞാൻ ഈ കാര്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. 2 വർഷമായി അവിടെ പമ്പാ നദി, ത്രിവേണി ഭാഗത്ത് അടിഞ്ഞുകൂടി കിടന്നിരുന്ന ഈ മണ്ണ് നീക്കം ചെയ്യാൻ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് സുതാര്യമാകുന്നില്ല? കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത്, സെക്രട്ടറിയുടെ ഉത്തരവിൽ പ്രകാരമാണ് ഞാൻ ഈ ഉത്തരവിറക്കുന്നതെന്നാണ് കളക്ടർ പറയുന്നത്. അതുകൊണ്ട് ഇത് റിട്ടയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം ഒരു ചീഫ് സെക്രട്ടറിയും DGP പോയി ഉദ്യോഗസ്ഥന്മാരോടൊപ്പം പോയി മറ്റ് മന്ത്രിമാരോടും ഡിപ്പാർട്ട്മെന്റോ അറിയാതെ നടത്തിയ ഒരു ഇടപാടാണ്. അതിന്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ഗവൺമെന്റ് ബോധിപ്പിക്കും. അല്ലാണ്ട് ഞാൻ അവിടെ അഴിമതി ആരോടും ഉന്നയിച്ചില്ല. അപ്പൊ ഉന്നയിക്കാൻ പോകുന്നത് പിന്നീട്. ഈ സെക്രട്ടറി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തെന്ന് ഈ പമ്പയുടെ ഒരു പോക്കെന്ന് പറയുന്നത് തിക് ഫോറസ്റ്റിനുള്ളിലൂടെയാണ്, രാജ്യവസ്ത്രമാണ്. താങ്കൾ പ്രളയകാലത്ത് ഹെലികോപ്റ്റർ സഞ്ചരിച്ചപ്പോൾ അത്തരം പ്രദേശങ്ങൾ എല്ലാം താങ്കൾക്ക് വ്യക്തമായി കാണാൻ പറ്റും. കാര്യം മണ്ണ് അസസ് ചെയ്യാനാണ് പോയതെന്നാണ് താങ്കളുടെ ആരോപണം. അത് മാത്രമല്ല, പിന്നെ വിമാനത്താവളത്തിനോട് പോയതാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. പോയത് വിമാനത്താവളം കൂടെ പരിശോധിക്കാനായിരുന്നു ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു ചീഫ് സെക്രട്ടറി അവസാന ദിവസം പോയത് മണ്ണ് അസസ് ചെയ്യാൻ വേണ്ടിയാണ്, അതിന്റെ പുറകെ കളക്ടർ. ഇപ്പൊ താങ്കൾ പറയുന്നു വിമാനത്താവളം അസസ് ചെയ്യാൻ. അല്ല, അതുണ്ടായിരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളാണ്. വിമാനത്താവളം സ്ഥാപിക്കാൻ പറ്റുമെന്ന് കൂടെ നോക്കിയിട്ടാണ്. ഓൺലൈൻ പഠനം വേണ്ട എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. ഓൺലൈൻ പഠനം നല്ലതാണ്, അത് വേണ്ടതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നത് തെറ്റുണ്ട്. പക്ഷേ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റയടിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ കഴിയുന്നില്ല. അപ്പൊ സർക്കാർ അതിനുള്ള സംവിധാനം ചെയ്തു. മുന്നൊരുക്കങ്ങൾ വേണമായിരുന്നു. മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ നടത്തിയതിന്റെ ഒരു രക്തസാക്ഷിയാണ് അത് ഒഴിവാക്കണം. അങ്ങനെ ആയിരുന്നില്ല ചെയ്യുന്നത്. ഞാൻ രേഖ പരിശോധിച്ചപ്പോൾ ഉദ്ഘാടനം ചെയ്ത APJ അബ്ദുൽ കലാം എന്ന മുൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതാണ് എനിക്ക് സാധിക്കും. ഉദ്ഘാടനമായിരുന്നു.
അതെന്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അന്ന് എതിർപ്പ് വന്നത് മൈക്രോസോഫ്റ്റിനെ ഏൽപ്പിക്കുന്നതിന് സ്വതന്ത്ര സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് അതിലേക്ക് മാറുന്നു. ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ തന്നെയാണോ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്പ്രിംഗറിനെ വേണമെന്ന് ആദ്യം എതിർക്കാൻ. അത് അദ്ദേഹം മിണ്ടിയില്ല, ഒരു അക്ഷരം അദ്ദേഹം മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ വകയായിട്ട് ഒരു പത്രക്കുറിപ്പും വന്നില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെതിരെ വാദിച്ചിരുന്ന അച്യുതാനന്ദൻ എന്തുകൊണ്ടാണ് സ്പ്രിംഗർ വിധാനം ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ആയി പോയതിനെ എന്ത് ചെയ്യാം, നിങ്ങൾ തിരുത്തണം എന്നാണ് പറഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ 6 മണിക്കത്തെ ഈ തള്ള് ഒരു സംശയവുമില്ല, ഒരു വിടായ്മ ഉണ്ടാവുന്നില്ല. നമ്മളെ എടുത്തു നോക്കിയാൽ, ഓരോന്നും എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. കോവിഡ് വന്നപ്പോൾ ഇത് തന്നെ അവസരം എന്ന മട്ടിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങളെ സ്പ്രിംഗർ കമ്പനിക്ക് നൽകാനുള്ള തീരുമാനം രഹസ്യമായി എടുത്തപ്പോൾ അത് ഞാൻ വലിച്ചു പുറത്തിട്ടു. അതോടെ കച്ചവടം മുടങ്ങി. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയായി പോയല്ലോ എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് ഒരു സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ സംസ്ഥാനത്തെ ബാറുകൾ തുറക്കുന്ന അവസരമായപ്പോൾ അതിലൊരു കച്ചവടം നടത്തുന്ന വെർച്വൽ ക്യൂവിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്പിന്റെ നിർമ്മാണം ഒരു കുട്ടി സഖാവിനെ ഏൽപ്പിച്ചു. അവസാനം നോട്ട് ബുക്ക് കൂടെ കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അവർക്ക് ആപ്പ് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അത് ഞാൻ പുറത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്നോടൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ. ബാറുകളിൽ മദ്യത്തിന്റെ പുറംവിൽപ്പന അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലെ കൊള്ളയും നയത്തിലുണ്ടായിരിക്കുന്ന വ്യതിയാനവും ഞാൻ പുറത്തു കൊണ്ടുവന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ എന്നോടൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. അപ്പൊ എന്ത് കൊള്ള കോവിഡിന്റെ മറവിൽ അല്ലാത്ത സന്ദർഭത്തിലും എന്ത് കൊള്ളയും അഴിമതിയും നടത്തിയാൽ അത് പ്രതിരോധിക്കാൻ ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് വസ്തുത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് നമുക്ക് ഉണ്ടായി പോയതെന്ന് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ഇങ്ങനെയുള്ള ഘടായികൾ പറയുമ്പോൾ അത് പ്രാവർത്തികമാക്കുന്നോ എന്നുള്ളത് പരിശോധിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കും അവസരമുണ്ട്. നമുക്കറിയാമല്ലോ, 20,000 കോടി രൂപയുടെ ഒരു സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരികയാണ്. 14,000 കോടി കരാറുകാർക്ക്, 2,000 കോടി കുടുംബശ്രീക്ക് നൽകുന്നു. കൊടുത്തത് ഞാൻ കണക്കെടുത്തപ്പോൾ ഇതുവരെ കൊടുത്തത് 125 കോടിയാണ്. ഇത് ബെഡായി അല്ലെങ്കിൽ പിന്നെന്താണ്? 20,000 കോടി രൂപയുടെ പാക്കേജ് നടപ്പാക്കുമെന്ന് പറഞ്ഞു. എന്ത് നടപ്പാക്കി? അപ്പൊ അതൊരു ബെഡായി ആയിരുന്നില്ലേ? വിദേശ മലയാളികൾ കേരളത്തിൽ വന്നാൽ വരണം, അവര് വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുകയാണ്, അവർക്ക് വേണ്ട ക്വാറന്റൈൻ സൗകര്യം ഫ്രീ ആണ്, ചികിത്സ ഫ്രീ ആണ് എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ക്വാറന്റൈൻ കേന്ദ്രത്തിലെത്തിച്ച് താമസിച്ച് ടെസ്റ്റ് നടത്തി വീടുകളിൽ കൊണ്ടുപോകുന്നതാണ് അദ്ദേഹം വാചാലമായി സംസാരിച്ചത്. ഇപ്പൊ പറയുന്നു ക്വാറന്റൈൻ ചെയ്ത ആളുകൾ പണം കൊടുക്കണമെന്ന്. ഇത് ബെഡായി. 2 ലക്ഷം പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കുമെന്ന് പറഞ്ഞു. 15,000 പേര് വന്നപ്പോൾ തന്നെ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഇതൊരു ബെഡായി. ഗൾഫിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങൾ ഉണ്ടെന്നും അവർ വന്നാൽ എല്ലാം സൗജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവരല്ലേ, യാത്ര ചെയ്ത് വരുന്നവരല്ലേ, അവരോട് ക്വാറന്റൈൻ ചെയ്യുന്ന ആളുകളോട് പണം ഈടാക്കാനുള്ള തീരുമാനമെടുത്തത് നമ്മൾ കണ്ടതല്ലേ. 25,000 ഇന്നലെ അദ്ദേഹം പറഞ്ഞു. ഇന്നലെയാണ് യഥാർത്ഥത്തിൽ ബെഡായി വരുന്നത്. 25,000 പേർക്ക് കോവിഡ് വരുമായിരുന്നു, ഞങ്ങൾ അത് തടഞ്ഞു നിർത്തി നാട്ടിൽ. അതിന് മുമ്പ് പറഞ്ഞിരുന്നത്, കോടതിയിൽ പറഞ്ഞത് 80 ലക്ഷം പേർക്ക് കേരളത്തിൽ കോവിഡ് ഉണ്ടാകും, അത് തടയാനാണ് സ്പ്രിംഗറെ കൊണ്ടുവന്നത്.
അപ്പം അന്നേരം കിട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ തട്ടിവിടുക. ഇത് വിടയിൽ ആദ്യ പ്രളയകാലത്ത് തന്നെ നമ്മളിതെല്ലാം കേട്ടവരാണ്. കേരളത്തെ പഴയ നിലയിലാക്കുകയല്ല, പുതിയ കേരളം സൃഷ്ടിക്കണം. എവിടെയാ പുതിയ കേരളം? ആകെ ചില വാർത്താ ചാനലുകളിൽ നടത്തുന്ന പെയ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പെയ്ഡ് ന്യൂസ് അല്ലെങ്കിൽ സ്പോൺസേഡ് ന്യൂസ് മാത്രമാണ് ഇപ്പം റീബിൽഡ് കേരളയായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു സന്തോഷം ലഭിച്ചത് ഞാൻ ഈ പിണറായി ഉണ്ടാകുന്ന മുഖ്യമന്ത്രി ചിരിച്ചു. അങ്ങനെങ്കിലും അദ്ദേഹത്തെ ചിരിക്കുന്ന പിണറായി വിജയനെ കാണാനാണ് അവസരമുണ്ടായത്. എനിക്ക് സന്തോഷം. ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം താങ്കൾ സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട്. എന്താ സന്തോഷം, ഇപ്പം സമയം കിട്ടാത്തതുകൊണ്ട് നേരത്തെ കേൾക്കണം വീട്ടിലേക്കുകൊണ്ട് വി ആർ ഫോഴ്സ്ഡ് ടു സീ ദാറ്റ്. നിർബന്ധിതരായി സ്വപ്നത്തെ എല്ലാവരും യാത്ര ചെയ്യുന്നത് കൊണ്ട് പിന്നെ അതിന്റെ പ്രശ്നം കേൾക്കുന്നത് തെറ്റാണോ? മറ്റൊരു വിഷയം, കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൽ ഒരു വലിയ ഭിന്നത എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അതായത് നമ്മുടെ ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഈ തർക്കത്തിലൂടെ ഒരു കക്ഷി UDF ഇടുന്നതൊക്കെ ഞങ്ങളുടെ ചർച്ചകളിലൂടെ പരിഹരിക്കാം. ഞങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെയ്യുന്നത് ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്നാണ് സ്വീകരിക്കുന്ന സമീപനം. ഇന്നുണ്ടോ തീരുമാനിച്ചില്ല. വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നു. സാധാരണ ആളുകൾക്ക് ആർക്കും അദ്ദേഹത്തോട് ചോദിക്കാൻ അവസരം കിട്ടുന്നില്ല. കുറച്ചുകൂടി ഗൗരവമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിൽ നിന്നും ആരോപണം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം? ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഏത് നാട്ടിലില്ല, ഞാൻ ഉന്നയിച്ച സ്പ്രിംഗർ നിങ്ങൾ തന്നെ വിലയിരുത്തിയാണ്. എന്നോടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് ആരോരും അറിയാതെ നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനി കൊണ്ടുപോകുന്ന സന്ദർഭം പുറത്തു കൊണ്ടത് ഞാൻ എറുമ്പിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം വരെ പറയുന്ന മുഖ്യമന്ത്രി ആ കാര്യം നമ്മളോട് പറഞ്ഞു. ഈ ബെവിടെ ക്യൂവിന്റെ കാര്യം എല്ലാവരും പറഞ്ഞെന്താണ്? ഞാൻ വെറുതെ പറയുന്നതാണ്. നോട്ട് ബുക്ക് വെച്ച് എഴുതുകയാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. നമ്മുടെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. അദ്ദേഹം ഞങ്ങളെ പരിഹസിക്കുകയാണ്. ഈ പത്രസമ്മേളനങ്ങൾ അദ്ദേഹം ചെയ്യുന്ന പ്രതിപക്ഷത്തെ പരിഹസിക്കാനുള്ള സമയമാണ് അത് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെതായ രീതിയായിരിക്കും. ഞങ്ങളാരും അദ്ദേഹത്തെ പരിഹസിക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ സംഭവത്തെ സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയപ്പോൾ സ്വാഭാവികമായുള്ള ആശങ്കകളാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഗവൺമെന്റ് വിശദീകരണം നൽകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനകത്ത് എന്താ തെറ്റ് പറഞ്ഞത്? അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വസ്തുതകളുടെ പിൻബലത്തിലുമാണ് പ്രതിപക്ഷം ഓരോ കാര്യങ്ങളും ഉന്നയിക്കുന്നത്. കോവിഡ് ആയതുകൊണ്ട് ആരും ഒന്നും പറയരുത്, കോവിഡ് ആയതുകൊണ്ട് ആരും വിമർശിക്കരുത് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. പ്രതിപക്ഷം ജനതാൽപര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കും, സംശയം വേണ്ട. അതിന് പിണറായി വിജയന്റെ അനുവാദം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. ആ ജനങ്ങളോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം എത്ര ഞങ്ങളെ പരിഹസിച്ചാലും അതുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയാം. അതേ താങ്കൾ തന്നെ അതിന്റെ അവസാനം പറയുന്നു, അഴിമതി ഞാൻ ഉന്നയിച്ചിട്ടില്ല, ഗവൺമെന്റ് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. ഞാൻ കുറച്ചുകൂടി കൃത്യമായി ഡാറ്റകൾ സംഘടിപ്പിച്ച് പൂർണ്ണമായും ഡേറ്റ എന്റെ കയ്യിലുണ്ട്, എല്ലാ വിവരങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നത് ഇത്ര മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഞാൻ ഗവൺമെന്റിന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റ് ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വത്തോടെ നിങ്ങളിലൂടെ സർക്കാരിനോട് ഞാൻ വിശദീകരണം ആവശ്യപ്പെടുകയാണ്. വന്നു കഴിയുമ്പോൾ ബാക്കി കാര്യം ഞാൻ എന്റെ ഇതിനകത്തുകൊണ്ടല്ല,
ഞാൻ പറയുന്നത് ഓരോ ഘട്ടമായി പറയണമെന്ന് വിചാരിച്ചു. ഇതുപോലെയാണ് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേരിൽ കണ്ണൂരിൽ 5 പുഴകളിലെ ചെളി വാരാൻ അനുവാദം കൊടുത്തിട്ട് ചെളി വാരിയില്ല, മണല് സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോയപ്പോഴാണ് അവിടെ പ്രക്ഷോഭം ഉണ്ടായത്. ഇതിന്റെ പേരിൽ നടക്കുന്ന ഒരു മണൽ കൊള്ളയാണിത്. അതാണ് നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് നിങ്ങളോട് പറയും. സർക്കാരിലെ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് അതിനുള്ള കഴിവെന്നുള്ള സ്ഥാപനമല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. അല്ല, അത് കൂട്ടിയ വാക്കിലാണ് അവിടെ. അതിനകത്ത് വലിയ കാര്യമുള്ളതല്ല. ആ സ്ഥാപനത്തിൽ നിന്ന് അവിടെ ആകെ നടന്നത് ഒരു ബന്ധു നിയമനമാണ്. അത് ക്യാൻസൽ ചെയ്തു. അറിയാമല്ലോ, ഞാൻ പിന്നെ പറയുന്നത്. രണ്ടാമത് കണ്ണൂരിൽ നടന്ന ഈ മണൽവാരലാണ്, അതും നിന്നു. അപ്പൊ മൂന്നാമതൊരു മണൽവാരലിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് വിശദീകരിക്കട്ടെ. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ടല്ല, എന്നെ പ്രകോപിപ്പിച്ച ഡീറ്റെയിൽസ് എല്ലാം കൂടി ഇപ്പൊ കൊണ്ടുവരണം താല്പര്യപ്പെടുന്നത്. ഗവൺമെന്റ് മറുപടി പറയട്ടെ. മറുപടി പറഞ്ഞ ശേഷം ബാക്കി ഞാൻ സിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മറുപടി പറയിക്കേണ്ടത് ഞാൻ പറയിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിൽ ഞാൻ പറയിച്ചിട്ടുണ്ട്. നിയമപരമായ നടപടികളിലൂടെ തന്നെ പറയിച്ചിട്ടുണ്ട്. നാളെയും പറയിക്കുന്നത്. അതാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. താങ്ക് യു.